എല്ലാ വിദ്യാർത്ഥികൾക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഈ വർഷത്തെ MG യൂണിവേഴ്സിറ്റി ഡിഗ്രി കോഴ്സുകളിലേക്കുള്ള പ്രവേശനത്തിനായിട്ടുള്ള ഫൈനൽ അലോട്ട്മെൻറ്റിൻ്റെ ഫേസ് 3 ഓൺലൈൻ രജിസ്ട്രേഷനുള്ള സൗകര്യം ഓഗസ്റ്റ് 19 മുതൽ ഓഗസ്റ്റ് 22 വരെ ലഭ്യമായിരിക്കുന്നതാണ്. അപ്പോൾ MG യൂണിവേഴ്സിറ്റി വെബ്സൈറ്റ് വഴി, അതായത് cap.mgu.ac.in/UGCAP2024/index.jsp എന്നുള്ള പേജ് വഴി നിങ്ങൾക്ക് ഈ ഒരു പേജിലേക്ക് പ്രവേശിക്കാവുന്നതും വിദ്യാർത്ഥികൾക്ക് ഈ ഒരു ഡിഗ്രി അഡ്മിഷനായിട്ടുള്ള അപേക്ഷ സമർപ്പിക്കാവുന്നതും ആണ്. അപ്പോൾ ഓഗസ്റ്റ് 19 മുതൽ 22 വരെയാണ് ഫൈനൽ അലോട്ട്മെൻറ്റിൻ്റെ ഫേസ് 3 ഓൺലൈൻ രജിസ്ട്രേഷനുള്ള സൗകര്യം ലഭ്യമായിരിക്കുന്നത്. നിലവിൽ ബിരുദ പ്രോഗ്രാമുകളിൽ പ്രവേശനം എടുത്തവർ ഒഴികെ ഉള്ളവർക്ക് അപേക്ഷിക്കാം. റാങ്ക് ലിസ്റ്റ് വഴി പ്രവേശനം ഓഗസ്റ്റ് 23 മുതൽ 24 വരെ ബന്ധപ്പെട്ട കോളേജുകളിൽ നടക്കുന്നതായിരിക്കും. ഇനി വിദ്യാർത്ഥികൾ എങ്ങനെയാണ് ഇതിൽ അഡ്മിഷൻ നേടുന്നത് എന്നുള്ള കാര്യം നോക്കാം. ഇതുവരെ അപേക്ഷിക്കുകയും എന്നാൽ അലോട്ട്മെൻ്റ് ഒന്നും കിട്ടാതെ, അതായത് ഇതുവരെ അഡ്മിഷൻ നേടാതിരുന്ന വിദ്യാർത്ഥികൾ, അതായത് ഇതുവരെ അഡ്മിഷൻ ലഭിക്കാതിരുന്ന വിദ്യാർത്ഥികളുണ്ടാകും, അതായത് കോളേജിൽ പ്രവേശനം എടുക്കാത്തത്. അപ്പോൾ അങ്ങനെയുള്ള വിദ്യാർത്ഥികൾക്ക് നിലവിൽ ഈ ഒരു വെബ്സൈറ്റിലുള്ള രജിസ്ട്രേഷൻ എന്നുള്ള ലിങ്ക് വഴി നിങ്ങൾക്ക് ഓഗസ്റ്റ് 19 ഇവിടെ ക്യാപ് ഫൈനൽ അലോട്ട്മെൻറ്റ് 3 എന്ന് പറഞ്ഞുകൊണ്ട് കാണാൻ സാധിക്കും. നിലവിൽ അത് 2 ആണ്. അപ്പോൾ ഓഗസ്റ്റ് 19 മുതലാണ് അതിനുള്ള അവസരം ഉള്ളത്. അപ്പോൾ നിങ്ങൾക്ക്, അതായത് നാളെ മുതലാണ് അവസരമുള്ളത്. അപ്പോൾ ഇവിടെ ആ ഒരു രജിസ്ട്രേഷനിൽ ക്ലിക്ക് ചെയ്യുന്ന സമയത്ത് ഈ ഒരു പേജിലേക്ക് രജിസ്ട്രേഷൻ ആയിട്ടുള്ള ആ ഒരു പേജ് വരുന്നതാണ്. നിലവിൽ ഇവിടെ രജിസ്ട്രേഷൻ ക്ലോസ്ഡ് എന്ന് പറഞ്ഞുകൊണ്ടാണ് നൽകിയിട്ടുള്ളത്. അപ്പോൾ നിങ്ങൾക്ക് ആ ഒരു 18 തീയതി, അതായത് 19 മുതലാണ് ഈ രജിസ്ട്രേഷൻ ചെയ്യാനുള്ള സൗകര്യം ഉണ്ടാവുക. അപ്പോൾ അങ്ങനെയുള്ള വിദ്യാർത്ഥികൾക്ക് ഈ ഒരു ഘട്ടത്തിൽ, അതായത് നിലവിൽ ഇന്ന് അപേക്ഷിക്കാൻ പറ്റില്ല, നാളെ മുതലാണ്. കാരണം ഇന്ന് 18 ആണ്, 19 മുതലാണ് അവസരമുള്ളത്. അപ്പോൾ നിങ്ങൾക്ക് അതിനുശേഷം രജിസ്ട്രേഷൻ ചെയ്യുക. അതിനുശേഷം നിങ്ങൾക്ക് രജിസ്ട്രേഷൻ ചെയ്യുമ്പോൾ മുമ്പായിട്ട് നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത് കോളേജസ് ആൻഡ് പ്രോഗ്രാംസിൽ ക്ലിക്ക് ചെയ്ത് പ്രോഗ്രാംസ് എന്നുള്ളത് ക്ലിക്ക് ചെയ്യുക. ക്ലിക്ക് ചെയ്യുന്ന സമയത്ത് ഓരോ കോഴ്സ് സെലക്ട് ചെയ്യുന്ന സമയത്തും അവിടെ എത്ര വേക്കൻസി ഉണ്ടെന്നുള്ളത് കൃത്യമായിട്ട് മനസ്സിലാക്കാം. ഈ ഒരു രീതിയിൽ ഇവിടെയുള്ള വേക്കൻസി കൃത്യമായിട്ട് മനസ്സിലാക്കാം. അതായത് ഇവിടെ നിങ്ങൾ നോക്കുന്ന സമയത്ത് ഇവിടെ ഒരു 4+1 ഇയർ ഇൻ്റഗ്രേറ്റഡ് പ്രോഗ്രാം ഇൻ ഡെവലപ്മെൻറ്റ് സ്റ്റഡീസ്, ഇതുപോലെ പല കോഴ്സുകളും കാണാൻ സാധിക്കും. അപ്പോൾ ഇവിടെ വേക്കൻസിയുള്ള കോഴ്സുകൾ ഏതൊക്കെയാണ്, അതിലേക്ക് നിങ്ങൾക്ക് അഡ്മിഷൻ നേടാനായിട്ട് താല്പര്യപ്പെടുന്നുണ്ട് എങ്കിൽ നിങ്ങൾ ചെയ്യേണ്ടത് ഇത്രമാത്രമാണ്. ജസ്റ്റ് നിങ്ങൾ ഓപ്ഷൻ, ഈ ഒരു കോളേജുകളിലൊക്കെ ഓപ്ഷൻ രജിസ്ട്രേഷൻ ചെയ്യുക. ആദ്യം തന്നെ നിങ്ങൾ ഏതൊക്കെ കോളേജിൽ വേക്കൻസി ഉണ്ട് എന്നുള്ളത് കൃത്യമായിട്ട് മനസ്സിലാക്കുകയും ആ ഒരു കോളേജുകൾ ഓപ്ഷൻസ് ആയിട്ട് ഉൾപ്പെടുത്തുകയും ചെയ്യേണ്ടതാണ്. ഇവിടെ നിങ്ങൾക്ക് എക്കണോമിക്സ് ഒക്കെ നോക്കുന്ന സമയത്ത് വിവിധ കോളേജുകളിൽ നിരവധി വേക്കൻസീസ് കാണാൻ പറ്റും. അപ്പോൾ അതുപോലെ തന്നെ വിവിധ കോളേജിൽ തന്നെ ഏകദേശം എക്കണോമിക്സിനൊക്കെ 50 സീറ്റ് വേക്കൻസി ഒക്കെയുള്ള കോളേജുകളുണ്ട്. അപ്പോൾ നിങ്ങൾ ഈ ഒരു രീതിയിൽ നിങ്ങൾക്ക് താല്പര്യമുള്ള കോളേജിൽ, അതായത് ഇവിടെ SF എന്ന് പറഞ്ഞാൽ സെൽഫ് ഫിനാൻസ് കോഴ്സാണ്, അതിന് കുറച്ച് പൈസ കൂടുതലായിരിക്കും പഠിക്കാനായിട്ട്. അപ്പോൾ SF എന്ന് ഇല്ലാത്ത കോഴ്സുകൾ ആണ് എങ്കിൽ നിങ്ങൾക്ക് കുറഞ്ഞ ഫീസിൽ പഠിക്കാം. അപ്പോൾ നിങ്ങൾക്ക് താല്പര്യമുള്ള കോഴ്സുകളിലേക്ക് നിങ്ങൾ ഓപ്ഷൻസ് വെക്കുക. ഓപ്ഷൻ വെച്ച ശേഷം നിങ്ങൾ ശ്രദ്ധിക്കേണ്ട പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത്, ഈ ഒരു 23 മുതൽ 24 വരെയാണ് നിങ്ങൾക്ക് കോളേജിൽ ജോയിൻ ചെയ്യാനുള്ള സൗകര്യം ഉണ്ടായിരിക്കുക. അപ്പോൾ നിങ്ങൾ ചെയ്യേണ്ട പ്രധാനപ്പെട്ട കാര്യം ഇത്രമാത്രമാണ്. അതായത് നിങ്ങൾ ഓപ്ഷനുകളൊക്കെ നൽകിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് അതിൻ്റെ റാങ്ക് ലിസ്റ്റ് വരും. അപ്പോൾ വിദ്യാർത്ഥികൾക്ക് ഈ ഒരു ഓഗസ്റ്റ് 19 മുതൽ ഈ ഒരു രജിസ്ട്രേഷൻ ചെയ്യാവുന്നതും അതിനുശേഷം 19 മുതൽ 22 വരെയാണ് ഈ ഒരു രജിസ്ട്രേഷൻ ചെയ്യാനുള്ള സൗകര്യം ഉണ്ടാവുക. അപ്പോൾ അതിനുശേഷം വിദ്യാർത്ഥികൾ ഈ ഒരു ഓഗസ്റ്റ് 23 മുതൽ 24 വരെ നിങ്ങൾക്ക് അലോട്ട്മെൻറ്റിനായിട്ട്, അതായത് അഡ്മിഷനായിട്ട് നിങ്ങൾ ചെയ്യേണ്ടത്, നിങ്ങളുടെ റാങ്ക് നോക്കിയിട്ട് നിങ്ങൾ ഏതൊക്കെ കോളേജിലാണ് ഓപ്ഷൻ വെച്ചിട്ടുണ്ടായിരുന്നത്, ആ ഒരു കോളേജിൽ എത്ര വേക്കൻസി ഉണ്ട് എന്നത് കൂടി കണക്കിലെടുത്ത് നിങ്ങൾ ആ ഒരു കോളേജിൽ വിളിച്ച് അഡ്മിഷനായിട്ട് പോയിട്ട് അഡ്മിഷൻ നേടാവുന്ന താണ്. അപ്പോൾ ഈ ഒരു അഡ്മിഷനോടെ ഈ വർഷത്തെ ഈ ഒരു MG യൂണിവേഴ്സിറ്റിയുടെ ഡിഗ്രി കോഴ്സുകളിലേക്കുള്ള പ്രവേശനം അവസാനിപ്പിക്കുന്നതായിരിക്കും. അപ്പോൾ വിദ്യാർത്ഥികൾക്ക് ഈ ഒരു വീഡിയോ ഉപകാരപ്രദമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. അതുപോലെ ഇതുവരെ അപേക്ഷിച്ച് അഡ്മിഷൻ നേടാത്ത വിദ്യാർത്ഥികളുണ്ടെങ്കിൽ ഈ ഒരു ഘട്ടത്തിൽ അപേക്ഷിക്കുക. നിരവധി കോളേജിൽ വിവിധ കോഴ്സുകൾക്ക് വേക്കൻസി ഉണ്ട്. നിങ്ങൾക്ക് താല്പര്യമുള്ള കോളേജിലേക്ക്, അത് കോഴ്സിന് വേക്കൻസി ഉണ്ടോ എന്നുള്ളത് നോക്കുക. അപ്പോൾ ഈ ഒരു വീഡിയോ ഉപകാരപ്രദമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. താങ്ക് യു ഫോർ വാച്ചിങ്.